ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. ഇപ്പോൾ നമ്മൾ ഇന്ന് കെമിസ്ട്രിയിലെ ലോഹം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നാണ് ക്ലാസ് തുടങ്ങുന്നത്. ഇതൊരു സെലക്റ്റഡ് ഏരിയ ടോപ്പിക്കാണ്. കാരണം നമുക്കറിയാം കെമിസ്ട്രിയിൽ വളരെ കുറച്ച് മാർക്ക് മാത്രമേ നമുക്ക് ഡിവിഷനുള്ളൂ. PSC സിലബസിൽ ഡിഗ്രി ഇപ്പോൾ വരാൻ പോകുന്ന മെയിൻസ് പരീക്ഷയ്ക്ക് കുറച്ചുകൂടെ മാർക്ക് ഡിവിഷനുണ്ട്. പക്ഷേ എങ്കിലും നോർമൽ PSCയിൽ 3 മാർക്കൊക്കെയാണ് ഡിവിഷനായിട്ടുള്ളത്. ഓക്കെ, അതിൽ അലുമിനിയമാണ് നമ്മൾ പഠിക്കുന്നത്. അലുമിനിയം. ഓക്കെ, അലുമിനിയത്തെക്കുറിച്ച് ഫസ്റ്റ് ഒന്നാമത് പഠിക്കേണ്ട പോയിന്റ്, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള മൂലകം ലോഹം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അലുമിനിയമാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലുമിനിയം. ഈ അലുമിനിയം ആദ്യമായിട്ട് വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞനാണ് ഹാൻസ് ഈസ്റ്റഡ് ആണ് അലുമിനിയം ആദ്യമായിട്ട് വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ. അലുമിനിയം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഹാൾ ഹെറാൾഡ് പ്രക്രിയ എന്നാണ്. പ്രക്രിയ എന്നാണ് അലുമിനിയം ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു പ്രക്രിയയെ പറയുന്ന പേര്. അപ്പം ഇതിനെ ഹാൾ ഹെറാൾഡ് പ്രക്രിയ എന്ന് പറയാൻ കാര്യം, വ്യാവസായികമായിട്ട് അലുമിനിയം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി അത് സിമ്പിളായിട്ടുള്ള രീതി കണ്ടെത്തിയത് ഈ ഹാളും ഹെറോൾഡും ചേർന്നാണ്. ഹാളിൻ്റെ ഫുൾ നെയിം മാർട്ടിൻ ഹാൾ എന്നും ഹെറോൾഡ് പോൾ ഹെറോൾഡ് എന്നുള്ള പേരാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഹാൾ ഹെറോൾഡ് എന്ന് പറയുന്ന നെയിം വന്നത്. അലുമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റിൻ്റെ രാസനാമം എന്താണ്? പഠിച്ചു വെച്ചോണം. Al2O3 2H2O ആണ്. 2H2O. നമ്മൾ ഇതിനു മുമ്പ് മറ്റേ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെയും ജിപ്സത്തിൻ്റെയും ഒരു സിമൻറ്റ് കോൺക്രീറ്റിൻ്റെ വർക്കിൻ്റെ ഇടയിൽ വെച്ചൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. അത് കണ്ടവർക്ക് അറിയാൻ പറ്റും. അത് അന്ന് ഞാൻ പറഞ്ഞു, അതിൽ ജിപ്സം വരുമ്പോൾ 2H2O വരും. പ്ലാസ്റ്റർ ഓഫ് പാരീസ് വരുമ്പോൾ ഹാഫ്, കൈ 2 ഒടിയുമ്പോഴാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ ചുറ്റണം അല്ലേ? അപ്പോൾ 2 ഇപ്പം ഹാഫ് ആവും, ഹാഫ് H2O. അങ്ങനെ അതേപോലെ ഇതിൽ ബോക്സൈറ്റിൽ Al2O3 ആണ്. Al2O3 ആണ്, 2H2O കൂടെ വരും ബോക്സൈറ്റിൽ. അലുമിനിയത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട അപദ്രവ്യത്തിൻ്റെ പേര് SiO2, സിലിക്കൺ ഡയോക്സൈഡാണ്. ബോക്സൈറ്റിൽ നിന്നും അലുമിനിയം നിർമ്മിക്കുന്ന പ്രക്രിയ വിളിക്കുന്ന പേരെന്താണ്? അതാണ് ബേയേഴ്സ് പ്രക്രിയ. ബോക്സൈറ്റിൽ നിന്ന് ബോക്സൈറ്റ് അലുമിനിയത്തിൻ്റെ അയിരാണ്. അതിൽ നിന്ന് അലുമിനിയം ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു വേർതിരിക്കുന്ന പ്രക്രിയയാണ് ബേയേഴ്സ് പ്രക്രിയ എന്ന് പറയുന്നത്. ബേയേഴ്സ്. ഇങ്ങനെ ബോക്സൈറ്റിൽ നിന്ന് അലുമിനിയം വേർതിരിച്ചെടുത്ത ആദ്യത്തെ ആരെന്ന് വെച്ചാൽ ഹാളാണ്, മാർട്ടിൻ ഹാളാണ്. ബോക്സൈറ്റിൻ്റെ സാന്ദ്രണ രീതി അറിയപ്പെടുന്ന പേരാണ് ലീച്ചിങ്. ആഹാര പദാർത്ഥങ്ങൾ പൊതിഞ്ഞ് സൂക്ഷിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ലോഹം ഉണ്ടല്ലോ, ആഹാര പദാർത്ഥങ്ങൾ പൊതിഞ്ഞ് സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലോഹമാണ് അലുമിനിയം. വൈദ്യുത തൂണുകളിലെ വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹം, വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹം അലുമിനിയമാണ്. വീടുകളിലെ വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കോപ്പറാണ്. വൈദ്യുത തൂണുകളിൽ വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്നത് ലോഹം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലുമിനിയവും. എന്നാൽ വീടുകളിൽ വൈദ്യുത കമ്പികൾ കോപ്പർ കൊണ്ടുപോകണം. CD നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം അലുമിനിയമാണ്. ആസിഡിൻ്റെയും ആൽക്കലിയുടെയും ഗുണം പ്രകടിപ്പിക്കുന്ന ലോഹവും അലുമിനിയമാണ്. സിഗരറ്റ് റാപ്പറുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലോഹം, അലുമിനിയമാണ് ഉപയോഗിക്കുന്നത്. റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പിൽ അലുമിനിയം ഉപയോഗിക്കുന്നുണ്ട്. കളിമണ്ണിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ലോഹം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അലുമിനിയമാണ് കേട്ടോ. അലുമിനിയമാണ് കളിമണ്ണിൽ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത്. ശക്തിയേറിയ കാന്തങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അലുമിനിയം സംയുക്തത്തിൻ്റെ പേരെന്താണ്? അൽ നിക്കോ. അഗ്നിശമനികളിൽ ഫോമിംഗ് ഏജന്റായും വസ്ത്രങ്ങളിലെ ഗ്രീസ് പോലെയുള്ള കറകൾ കളയാൻ ഉപയോഗിക്കുന്ന ഒരു അലുമിനിയം സംയുക്തമാണ് അലുമിനിയം ഹൈഡ്രോക്സൈഡ്, AlOH. അലുമിനിയത്തിൻ്റെ നീല നിറമുള്ള ധാതുവിൻ്റെ പേര് ലാപ്പിസ് ലസൂലി എന്ന് പറയുന്ന അലുമിനിയത്തിൻ്റെ നീല നിറമുള്ള ലോഹമാണ്, ധാതുവാണ്. അലക്കുമ്പോൾ വസ്ത്രങ്ങൾക്ക് വെണ്മ നൽകാൻ നീലമായിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്? ഈ ലാപ്പിസ് ലസൂലിയാണ്.
പ്രകൃതിയാലുള്ള അലുമിനിയം സിലിക്കേറ്റുകളെയാണ് മൈക്ക എന്ന് പറയുന്നത്. താപം കടത്തിവിടുന്നതിനും എന്നാൽ വൈദ്യുതി കടത്തിവിടാത്തതുമായ ഒരു ധാതുവാണ് ഈ മൈക്ക എന്ന് പറയുന്നത്. അലുമിനിയത്തിൻ്റെ ശുദ്ധരൂപങ്ങളാണ് റൂബി, സഫയർ എന്നിവ. സഫയർ മീൻസ് രത്നങ്ങളാണ്. റോക്ക് കോട്ടൺ എന്നറിയപ്പെടുന്നത് ആസ്ബെറ്റോസ് ആണ്. ആസ്ബെറ്റോസ് തിരിഞ്ഞു പോയതാണ്. ആസ്ബെറ്റോസ്. അഗ്നിശമനികൾ ഉപയോഗിക്കുന്ന അലുമിനിയം സംയുക്തമാണ് ആലം എന്നത് അലുമിനിയത്തിൻ്റെ ഡബിൾ സൾഫേറ്റ് ആണ്. തുണിത്തരങ്ങൾ ചായം കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് മോർഡൻ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു അലുമിനിയം സംയുക്തമാണ് ആലം. അലുമിനിയമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിക്കണം. അലുമിന എന്നറിയപ്പെടുന്ന അലുമിനിയം ഓക്സൈഡും ബോക്സൈറ്റ് അലുമിനിയം ഓക്സൈഡുമാണ്. അപ്പോൾ അലുമിനിയം ഓക്സൈഡ് അലുമിന എന്ന പേരിലും അറിയപ്പെടുന്നു. ബോക്സൈറ്റ് ആകുമ്പോൾ അലുമിനിയം ഓക്സൈഡാണ്. രണ്ടിനും തമ്മിൽ ഉള്ള വ്യത്യാസം എന്ന് വെച്ചാൽ എന്താണ്, ആ ഡോട്ട് 2H2 വരുന്ന വ്യത്യാസമാണ്. L2O3 ഡോട്ട് 2H2 എന്ന് പറയുമ്പോൾ ബോക്സൈറ്റ് വരും. ഇതിലാവുമ്പോൾ വ്യത്യാസം വരും. ടിന്നും ലെഡ് എന്നിവ ഉരുക്കി ശുദ്ധീകരിക്കുന്ന ലോഹങ്ങളാണ്. 60% ടിന്നും 40% ലെഡും എന്നീ ലോഹങ്ങൾ ഉപയോഗിച്ചാണ് സോൾഡറിങ് വയർ നിർമ്മിക്കുന്നത്. 60% ടിന്നും 40% ലെഡുമാണ് അതിൽ ഉപയോഗിക്കുന്നത്. പ്രകൃതിയാൽ കാണപ്പെടുന്ന ഏറ്റവും സ്ഥിരതയുള്ള പദാർത്ഥമാണ് ലെഡ്. ലേസർ രശ്മികൾ കടത്തിവിടാത്ത ലോഹമാണ് ലെഡ്. കടത്തി വിടൂല, അതും ലെഡ്. കറുത്തീയം എന്നറിയപ്പെടുന്നത് ലെഡാണ്. വെളുത്തീയം ടിന്നാണ്. കറുത്തീയം ലെഡ് ആലോചിച്ചത്, ലെഡ് പെൻസിലിൻ്റെയൊക്കെ. അപ്പം അത് കറുപ്പ് അല്ലേ. വെളുത്തീയമാണെങ്കിൽ ടിന്നാണ്. വെളുത്ത ടിന്നും കറുത്ത ലെഡും. കേട്ടോ. പെട്രോൾ ആൻറ്റി നോക്കിംഗ് ഏജൻ്റായിട്ട് ചേർക്കുന്ന ലെഡാണ്. നോക്കിംഗ് ടെൻഡൻസി കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പെട്രോൾ ഫ്യൂവലിൽ. അത് ലെഡാണ് ഉപയോഗിക്കുന്നത്. ലെഡ് മനുഷ്യന് ഏറ്റവും ഹാനികരമായ ലോഹം, അതുകൊണ്ട് തന്നെ കറുത്തീയം എന്ന് പറയാം. ലെഡാണ്. ലെഡ് വിഷാംശം ബാധിക്കുന്ന ശരീരഭാഗം വൃക്കയാണ്. ലെഡ് ലയിക്കുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്, അസറ്റിക് ആസിഡ്. വാഹനങ്ങളിൽ നിന്നുള്ള പുകയിലൂടെ പുറന്തള്ളുന്ന ലോഹമാണ് ലെഡ്, വിഷാംശം. ഓക്കെ. സ്റ്റോറേജ് ബാറ്ററികൾ ഉപയോഗിക്കുന്ന ലോഹം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ലെഡാണ്. ലെഡ് വാഹനങ്ങളിൽ ഇൻവെർട്ടർ, UPS എന്നിവയിൽ ലെഡ് സ്റ്റോറേജ് സെല്ലായിട്ട് ഉപയോഗിക്കുന്നു. ഇവ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്നവയാണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററി. ഫ്ലിൻറ്റ് ഗ്ലാസ്സിൽ ഉപയോഗിക്കുന്ന ലെഡ് സംയുക്തമാണ് ലെഡ് ക്രോമേറ്റ്. സിന്ദൂരത്തിൽ അടങ്ങിയിരിക്കുന്ന ചുവന്ന വർണ്ണ വസ്തുവാണ് ട്രൈലെഡ് ടെട്രോക്സൈഡ്. റെഡ് ലെഡ് എന്നറിയപ്പെടും. സിന്ദൂരത്തിൽ കാണപ്പെടും. ഓക്കെ. അപ്പോൾ ലോഹങ്ങളുടെ മറ്റൊരു ക്ലാസ് നമുക്ക് വീണ്ടും കാണാം.